ലോക്സഭയിലെ വഖഫ് ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. വിഷയത്തിൽ UDF അണികൾക്കിടയിൽ കടുത്ത എതിർപ്പാണ് ഉണ്ടായിരിക്കുന്നത്. വിഷയത്തിൽ സമസ്ത നേതാക്കളടക്കം വിമർശനമുന്നയിക്കുമ്പോൾ പ്രിയങ്കയുടെ അസാന്നിധ്യത്തെക്കുറിച്ച് വിശദീകരണം പുറത്തെത്തിയിരിക്കുകയാണ്. അടുത്ത ബന്ധുവിന്റെ ചികിത്സാർത്ഥം പ്രിയങ്ക വിദേശത്താണെന്നാണ് വിവരം. യാത്ര ലോക്സഭാ സ്പീക്കറെയും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയെയും അറിയിച്ചിരുന്നു. സ്പീക്കർക്ക് രേഖാമൂലം കത്ത് നൽകിയിരുന്നുവെന്നും പാർലമെന്ററി പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു. വഖഫ് ഭേദഗതി ബില്ല് കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു അവതരിപ്പിച്ച സമയത്ത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ലോക്സഭയിൽ ഉണ്ടായിരുന്നില്ല. അല്പസമയത്തിനു ശേഷം സഭയിലെത്തിയ രാഹുൽ ചർച്ചയിൽ പങ്കെടുക്കുകയും എതിർത്ത് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതോടെ പ്രിയങ്കയുടെ അസാന്നിധ്യം വാർത്തയായി മാറി. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് പ്രിയങ്ക വിദേശത്തേക്ക് പോയത്. സ്പീക്കർക്ക് കത്തു നൽകിയിരുന്നു. അനുമതി ലഭിച്ചതിന് ശേഷമായിരുന്നു യാത്ര. വിഷയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ വിപ്പ് ലംഘനത്തിന്റെ വിഷയം ബാധിക്കില്ലെന്നാണ് കോൺഗ്രസ് പാർലമെന്ററി കമ്മിറ്റി നൽകുന്ന വിശദീകരണം. ലോക്സഭയിൽ ഉണ്ടായിട്ടും പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്നില്ല. എക്സിലൂടെ മാത്രമായിരുന്നു രാഹുൽ ഗാന്ധി ബില്ലിനെതിരെ സംസാരിച്ചത്. വഖഫ് ഭേദഗതി ബില്ല് മുസ്ലിങ്ങളെ അരികുവൽക്കരിക്കാനുള്ള ആയുധമാണെന്നും അവരുടെ വ്യക്തി നിയമങ്ങളും സ്വത്തവകാശങ്ങളും കവർന്നെടുക്കുകയാണ് ലക്ഷ്യമെന്നായിരുന്നു രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കാത്ത സംഭവത്തിൽ വെട്ടിലായത് കോൺഗ്രസും മുസ്ലിം ലീഗുമായിരുന്നു. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നേതാക്കൾ സംസാരിച്ചല്ലോ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒഴിഞ്ഞുമാറി. സാദിഖ് അലി തങ്ങളും വിഷയത്തിൽ പ്രതികരിച്ചില്ല. അതേസമയം മുനമ്പത്തെ പ്രശ്നം വഖഫ് ബിൽ പാസ്സായാലും അവസാനിക്കില്ലെന്ന് VD സതീശൻ പ്രതികരിച്ചു. ബില്ലിന് മുൻകാല പ്രാബല്യം ഇല്ലെന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത്. സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്നും VD സതീശൻ പറഞ്ഞു. ഊടുവഴികളിലൂടെ വഖഫ് സ്വത്തുകൾ തട്ടിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് വഖഫ് ബില്ലെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് ശ്രദ്ധേയമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുനമ്പത്തിന്റെ പേരിൽ ന്യൂനപക്ഷ ഐക്യവും സൗഹൃദവും നഷ്ടപ്പെടാൻ പാടില്ല. വിഷയത്തിൽ സഭയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. മുനമ്പത്ത് സംസ്ഥാന സർക്കാരാണ് പരിഹാരം ഉണ്ടാക്കേണ്ടതെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. അതേസമയം വഖഫ് ബില്ലിലെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന പ്രിയങ്കയുടെയും ചർച്ചയിൽ പങ്കെടുക്കാതിരുന്ന രാഹുലിനെതിരെയും മയപ്പെട്ട നിലപാടുമായി CPM സഭയ്ക്ക് അകത്തും പുറത്തും ശക്തമായ നിലപാട് എടുത്തയാളാണ് രാഹുലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഇന്നലത്തെ സംഭവത്തിന്റെ പേരിൽ മാത്രം രാഹുലിനെ അളക്കാനാവില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. രാഹുൽ ചർച്ചയിൽ പങ്കെടുക്കാത്തത് വലിയ കാര്യമല്ലെന്നായിരുന്നു ജോൺ ബ്രിട്ടാസ് MPയുടെ പ്രതികരണം. അതേസമയം പ്രിയങ്ക ഗാന്ധിയെ വിമർശിച്ചു സമസ്ത നേതാവ് സത്താർ പന്തല്ലൂർ രംഗത്ത് വന്നു. കോൺഗ്രസ് വിപ്പ് പോലും കാറ്റിൽ പറത്തി സഭയിൽ നിന്ന് വിട്ടുനിന്ന പ്രിയങ്ക ഗാന്ധി നിരാശപ്പെടുത്തി. രാജ്യത്തെ സംഘ് പരിവാർ വിരുദ്ധ പോരാട്ടം നയിക്കാനാണ് വയനാട് അവർക്ക് 4.5 ലക്ഷം ഭൂരിപക്ഷം നൽകിയത്. തത്തമ്മേ പൂച്ച എന്ന മട്ടിൽ പെരുന്നാൾ ആശംസ പറഞ്ഞാൽ 48% മുസ്ലിം വോട്ടുള്ള വയനാടിന് തൃപ്തിയാകും എന്നാണ് ധാരണയെങ്കിൽ അത് പോഷ്കാണെന്നും സത്താർ പന്തല്ലൂർ പറഞ്ഞു. ഇന്നലെ 12 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് വഖഫ് ബില്ല് കേന്ദ്ര സർക്കാർ പാസാക്കിയത്. 390 പേർ പങ്കെടുത്ത വോട്ടെടുപ്പിൽ ആദ്യ ഭേദഗതിക്ക് 226 വോട്ട് ലഭിച്ചു. 163 പേർ എതിർത്തു. ഒരാൾ വിട്ടുനിന്നു. തുടർന്ന് മറ്റ് ഭേദഗതികൾ വോട്ടിനിട്ടു.